നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട അനില ചേച്ചിയുടെ വീട്ടിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ചേച്ചി, ഇന്ന് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ചിക്കൻ കൊണ്ടുള്ള ഒരു വിഭവമാണ്. ഓക്കെ. പക്ഷെ ഇതിലും ഞാൻ ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മക്കളെ പറ്റിക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് കേട്ടോ ഈ വെജിറ്റബിൾസ്. പക്ഷെ നമ്മൾ ചിക്കനിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ വെജിറ്റബിൾസ് ആണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവേയില്ല. ചിക്കൻ്റെ കൂടെ അതങ്ങ് കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, പിന്നെ ഈ ഇരുമ്പ് ചട്ടിയിൽ ഒക്കെ പാചകം ചെയ്യുമ്പോൾ അതിന് മീൻസ് അയൺ കണ്ടൻസ് ഒക്കെ നമ്മളെ ബോഡിയിൽ കിട്ടട്ടെ, അതുകൊണ്ട് നല്ല നാടൻ സ്റ്റൈലിൽ ഇരുമ്പ് ചട്ടിയിൽ ആഡ് ചെയ്യുക. ഇതിനിപ്പോൾ വേണ്ടത് ഈ പറഞ്ഞ പോലെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ ഒനിയൻ, ടൊമാറ്റോ, ഇതൊക്കെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ വിഭാഗത്തിൽ പെടുന്നതാണല്ലോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ. കുറച്ച് മതി. നമ്മൾ ക്വാണ്ടിറ്റി ഇത്രയും ചിക്കൻ അല്ലേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഒരു കുറച്ച് ചിക്കനേ വെച്ചിട്ടുള്ളൂ. അതായിരുന്നു ഇതൊക്കെ ചേച്ചി സ്വന്തമായിട്ട് ട്രൈ ചെയ്തതാണോ? ഇത് ഞാൻ സ്വന്തമായിട്ട് ട്രൈ ചെയ്തതാണ്. ഒരു ദിവസം വെറുതെ എവിടെയോ ആരോ ഇങ്ങനെ പറഞ്ഞു കേട്ടു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇത് ചെയ്ത് നോക്കിയാലോ എന്ന് ഓർത്തിട്ട് സക്സസ് ആയ. പക്ഷെ അത് അവർക്ക് ആർക്കും മനസ്സിലായില്ല. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ ഇന്ന് ചിക്കന്, എന്താണ് ഇതിൽ അമ്മ സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ ചോദിച്ചാൽ. ഇതിപ്പം ഉപ്പിട്ടിട്ട് നമ്മൾ കുറച്ചൊന്നിങ്ങനെ കൈ കൊണ്ടാക്കി വെച്ച് ഒരു 2 മിനിറ്റ് വെക്കുകയാണെങ്കിൽ വയറ്റി എടുക്കാൻ എളുപ്പമായിരിക്കും. എല്ലാം ഇതിൽ തന്നെയായി. ഇത് തന്നെ ഒരു സാലഡാണ്. അതെ, കുറച്ച് തൈരും ഒക്കെ ഇട്ട് കഴിച്ചാൽ ഇതൊരു സാലഡായി. ശരിക്കും ഒരു 2 മിനിറ്റ്സ് അവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും അല്ലേ? ഇത് സെറ്റ് ആവും. അപ്പം ഇതാദ്യം ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ചിക്കനൊക്കെ കട്ട് ചെയ്ത് എടുത്താലും മതി. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയാലോ? തുടങ്ങാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അവരുടെ ഇഷ്ടമനുസരിച്ചിട്ട് ഇടാം. പിന്നെ വേറെ എന്തുണ്ട് വിശേഷമൊക്കെ? നാട്ടിൽ പോകണില്ലേ ഇനി? ഇതും ഉണ്ട്. എൻ്റെ എൻ്റെ ഫസ്റ്റ് ഓണം, കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓണം ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടിലാണ് ചെയ്തത്. ഇപ്പം ഇനി ക്രിസ്മസ് ഇനി എൻ്റെ വീട്ടിലായിരിക്കും. എവിടെയാണ്? തിരുവല്ല. അവിടെയൊക്കെ ഭയങ്കര ആഘോഷമല്ലേ ക്രിസ്മസ്? ഞങ്ങൾ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് തന്നെ ശരിക്കും ആഘോഷിക്കും. ഇപ്പം തിരുവല്ല, കോട്ടയം, ഇടുക്കി അവിടെയൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലും ക്രിസ്ത്യൻസ് ആണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്കമാലിയിലിട്ട് അവിടെയും ഒരുപാട് ക്രിസ്ത്യൻസ് ഉണ്ട്. അവിടെയും ഭയങ്കര ആഘോഷമാണ്. ശരിക്കും വിഷു ഒക്കെ ആഘോഷിക്കുന്ന പോലെ പിന്നെ പടക്കം ഒക്കെ പൊട്ടിച്ച്. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണെങ്കിൽ ഒരു പള്ളിയുണ്ട്. എൻ്റെ ദൈവമേ, ഇതുപോലൊരു ആഘോഷം അല്ല. അതുപോലെ തന്നെ എല്ലാ ആൾക്കാരും ഭയങ്കര സഹകരണമാണ്. ഈ അപ്പമൊക്കെ ഉണ്ടാക്കി കൊടുത്തരും. അതെ, ക്രിസ്മസ് ആകുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും, ഓണം വിഷു ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും, അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുക, പിടി ഉണ്ടാക്കുക. അതൊക്കെ എനിക്കൊന്ന് കോട്ടയം ഭാഗത്തേക്കൊക്കെ കൂടുതലായിട്ട് പിടിയും കോഴിയിറച്ചി. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ നാട്ടിൽ എൻ്റെ അച്ഛൻ്റെ വീട് ഇടുക്കിയാണ്. അവിടെ വീട്ടിലുണ്ടാക്കും കേട്ടോ പിടിയൊക്കെ. പിടി ഉണ്ടാക്കിയിട്ട് കോഴിയിറച്ചത് വീട്ടിൽ അന്ന് കോഴിയെ പുറത്തുനിന്നൊന്നും വാങ്ങില്ല, വീട്ടിൽ തന്നെ നാടൻ കോഴി. അത് ഒരെണ്ണം കണ്ടു വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. എന്നിട്ട് ഈ ഒരൊറ്റ കോഴിയായിരിക്കും. അന്നൊക്കെ കോഴിയിറച്ചിയൊക്കെ വല്ലപ്പോഴും, ഇന്നൊക്കെ എല്ലാ വീടും നമ്മളിവിടെയൊക്കെ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിലൊക്കെ കോഴിയിറച്ചിയൊക്കെ വെക്കും. പക്ഷെ അന്നത്തെ കാലത്ത് വല്ലപ്പോഴൊക്കെ ആയിരിക്കും കോഴിയിറച്ചി ഉണ്ടാക്കുക. അപ്പൊ അത് ഈ വീട്ടിൽ നിന്ന് തന്നെ കോഴി പിടിച്ച് അത് ഞങ്ങൾ, പക്ഷെ ആ ഒരു ടേസ്റ്റ് വേറെയാണ്. അയ്യോ ഭയങ്കര ടേസ്റ്റ്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചുറ്റിനിരിക്കും, കുട്ടികളെ കസിൻസ് എല്ലാവരും കൂടെ ചുറ്റിന് കോഴി മുറിക്കണ്ട. അവരുടെ പിന്നെ ബ്രദറാണ് കോഴീനെ മുറിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കോഴീനെ മുറിച്ച് അതിൻ്റെ ഓരോ പാർട്സ്, കിഡ്നി. അപ്പം ഓരോരുത്തരും ബുക്ക് ചെയ്യും കേട്ടോ, ഇന്നതെനിക്ക് പറഞ്ഞിട്ട്. എനിക്ക് കിട്ടില്ലേ ഇതൊന്നും, ഞങ്ങൾ ഒത്തിരി പേരില്ലേ. പിന്നെ എല്ലാവരും അച്ഛനും അമ്മയൊക്കെ ആകുമ്പോൾ ഈ ഒരു കോഴിയാണ്, ഒരു കോഴി കൊണ്ട് ഇത്രയും പേർക്ക് ഭക്ഷണം കഴിക്കണം. ഈ പിടിയും കോഴിയിറച്ചിയും. അപ്പോൾ ചാച്ചൻ്റെ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയാണ് ഇതെല്ലാവർക്കും. അത് ശരിക്കും അമ്മച്ചിയുടെയൊക്കെ ആ ഒരു എന്താണ് കൈപുണ്യവും അതെല്ലാ കോഴി ഇറച്ചിക്കറിയിലും രാവിലെ തൊട്ടേ തുടങ്ങും. രാവിലത്തെ ഭക്ഷണം ചിക്കൻ സ്റ്റൂ,
ഉച്ചയ്ക്കാണെങ്കിലും വേറെ ചിക്കൻ കറി അങ്ങനെയല്ലേ? പിന്നെ കപ്പപ്പുഴുക്ക്, ചക്കപ്പുഴുക്ക്, ഇതൊക്കെ അങ്ങോട്ട് ഭയങ്കര എനിക്ക് ആലോചിച്ചിട്ട് ഇതൊക്കെ. ശരി, അപ്പം നമ്മുടെ എണ്ണ ചൂടായി. ഇതിലേക്ക് ഞാൻ കുറച്ച് കടുക് പൊട്ടിക്കാണ്. എനിക്ക് എണ്ണ കാച്ചുമ്പോഴുള്ള മണം ഭയങ്കര ഇഷ്ടമാണ്. പേടിച്ചു പോയോ? പേടിച്ചോയോ? ഇല്ലില്ല. ഒരു വറ്റൽമുളകും വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് ഈ വൈറ്റ് ഈ മിക്സ് അതിലോട്ട് ആഡ് ചെയ്യാം. ഈ ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ഇത് ശരിക്കും നല്ലതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കാനുമായിട്ട് പറ്റും. വഴറ്റിയെടുക്കാൻ കുറേ സമയം എടുക്കും. സ്കൂളിലൊക്കെ എങ്ങനെയാണ് നീതു ക്രിസ്മസിന്? സ്കൂളിൽ നമുക്ക് മെയിൻലി ആ സമയത്തൊക്കെ ഇപ്പം എക്സാം ക്രിസ്മസിനുണ്ടല്ലേ. ഇപ്പം ചില സ്കൂളുകളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാം ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ്. അതപ്പോൾ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാനേ പറ്റത്തില്ല. പക്ഷേ നമുക്ക് എക്സാം കഴിഞ്ഞ് ലീവ് ആകുമ്പോഴത്തേന് ഈ ലാസ്റ്റ് ഡേ വരുമ്പോൾ ഒരു ആശ്വാസമല്ലേ. ശരിക്കും 10 ദിവസം കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അന്ന് ശരിക്കും നമ്മുടെ പേരൻസിന്റെ കൂടെ നോർമലി നമ്മളങ്ങനെ എൻ്റെ പപ്പ മമ്മി കൂട്ടുകുടുംബം അങ്ങനെ എല്ലാവരും വരില്ലല്ലോ ചേച്ചിയുടെ അതുപോലല്ല. നമ്മുടെ ന്യൂക്ലിയർ ഫാമിലി മാത്രമേ ഉള്ളൂ. ക്രിസ്മസിന് ഈ പറഞ്ഞ പോലെ ഞങ്ങളും അങ്ങനെ ആദ്യം ഉണ്ടാവാറില്ല. പക്ഷെ അല്ലാത്ത ഓണത്തിനും പിന്നെ വലിയ വെക്കേഷനാണ്, സമ്മർ ഹോളിഡേയ്സിനാണ് എല്ലാവരും വരുന്നത്, ഒന്നിച്ച് കൂടാറുള്ളത്. അപ്പൊ ഈ പറയുന്ന പോലെ എല്ലാവരും ഒന്നിച്ചു കൂടുന്ന സമയത്താണ് നമുക്ക് ഓണവും ക്രിസ്മസും ഒക്കെ ആഘോഷിക്കാം. ക്രിസ്മസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്ത് എന്ന് പറയുന്നത് ഡിസംബറാണ്. അതെന്താ? ന്യൂ ഇയറോട് വരുന്നുണ്ടാണ്. ന്യൂ ഇയർ മാത്രമല്ല, എന്തോ ഡിസംബറിന് കേൾക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് പോലെ, ഒരു വൈറ്റ് ആണ് മൊത്തമായിട്ട് തോന്നാറുള്ളത്. ഡിസംബർ എന്ന് പറയുമ്പോൾ സ്നോന്റെ ടൈം. പക്ഷെ ഇപ്പൊ നേരെ തിരിഞ്ഞു. ഇപ്പൊ പക്ഷെ തണുപ്പുണ്ട് എങ്കിൽ പോലും ആ ഒരു പഴയ ക്ലൈമറ്റ് ഒന്നും എന്തായാലും ഇല്ല. അത് വേറെ കാര്യം. പക്ഷെ ക്രിസ്മസ് ന്യൂ ഇയർ കേക്കുകളുടെ ഒക്കെ ഒരു സമയമല്ലേ? കേക്കുകളുടെ സമയം ഇപ്പോഴും അല്ലേ? എവിടെ പോയാലും അതല്ല, റിലേറ്റീവ്സ് ഒക്കെ ഈ സമയത്ത് വരുമ്പോൾ എല്ലാവരും ഓരോ കേക്ക് വെച്ച് കൊണ്ടുവരും. കേക്ക് തിന്ന് വയറ് നിറയ്ക്കാവുന്ന സമയമാണ് ഡിസംബർ. എൻ്റെ ബർത്ത്ഡേ കൂടെ ഡിസംബറിലാണ് കേട്ടോ. അപ്പൊ എനിക്ക് അതും ഒരു ഇതാണ്. ഞാൻ ഡിസംബറിൽ ആണോ ബർത്ത്ഡേ? എന്നാ ഡിസംബർ? ഞാൻ ഡിസംബർ 29th ആണ് എൻ്റെ ബർത്ത്ഡേ. അപ്പൊ എല്ലാം കൂടെ ഒരുമിച്ചാണ്. ന്യൂ ഇയറും ബർത്ത്ഡേയും ക്രിസ്മസും എല്ലാം കൂടി. സാധാരണ നമ്മൾ ഇത്തിരി ഉള്ളി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, മുളക് ഉപ്പിട്ടിട്ട് കുറച്ച് നേരം അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. കുറച്ച് എളുപ്പമായി, കുറച്ചും കൂടെ പെട്ടെന്ന് ഇതിങ്ങനെ ആയി വരും. ഇതായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പൊ ടേസ്റ്റ് കുറച്ച് മാറും. ടേസ്റ്റ് വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ഒന്ന് പേസ്റ്റ് ആയിട്ട് വരും. അപ്പം ഇത് ഈ കണ്ടൻസ് എന്താന്ന് പോലും ഒട്ടും അറിയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിടാം. ഓക്കെ. ഇറച്ചിക്കറി വെക്കുമ്പോൾ മെയിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മസ്റ്റ് ആണല്ലോ. നല്ല ആളോടാ പറയണത് അല്ലേ? ഇല്ല ചേച്ചി, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിച്ചു കേട്ടോ. പഠിച്ചാ? അത് ഞങ്ങള് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാള് ബാംഗ്ലൂരായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് അല്ലാണ്ട് വേറെ ഒരു വഴിയില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. പക്ഷെ ഒരു കാര്യം ചേച്ചി, ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വരുമ്പോഴേ എപ്പോഴും കുഴഞ്ഞിരിക്കും. മീൻസ് ചിക്കൻ കറിയോ? ചാറെല്ലാം അങ്ങ് പോകും, വറ്റിപ്പോവും. മനസ്സിലായോ? എത്ര വെള്ളം ഒഴിച്ചു എനിക്ക് അങ്ങനെ ഇഷ്ടം. ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്ന ടൈപ്പിലുള്ളതാണ്. അല്ലെങ്കിൽ ചിക്കൻ കുറച്ച് റോസ്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ് കുറച്ച് ഇതായിട്ട് ഇച്ചിരി കരിഞ്ഞു അല്ലേ, ഒരു ടേസ്റ്റ് നല്ലതായിട്ട്. കുറച്ച് ഏറെ എണ്ണ ഇടും, അതാണ് എൻ്റെ പ്രശ്നം കേട്ടോ. എണ്ണ അധികം കഴിക്കണ്ട. അതെ അതെ. ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ആഡ് ചെയ്തു. സ്പൈസസ് ഒക്കെ നിറച്ചും നമ്മളെ കേരളത്തിലുള്ളതുകൊണ്ട് ഈ വക സാധനങ്ങളൊന്നും കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത്
പറഞ്ഞപ്പോൾ എൻ്റെ നാട്ടിലാണെങ്കിൽ ഇതെല്ലാം ഉണ്ട്. കൃഷിയാണ്, ചാച്ചനൊക്കെ കൃഷിയായിരുന്നു. അപ്പോൾ പറമ്പിൽ തന്നെ ഈ വക സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോയി പറിച്ചെടുത്താൽ മാത്രം മതി. ഈ ഏരിയയിലായതുകൊണ്ട് ഞാൻ പണ്ടൊക്കെ കുഞ്ഞിലേക്ക് ഇഞ്ചി നടാൻ പോകുമായിരുന്നു. ഞങ്ങൾ വെക്കേഷൻ സമയത്താണ് എപ്പോഴും ഇഞ്ചി നടുന്ന സമയമാണ്. അപ്പോൾ വീട്ടിലിങ്ങനെ തട്ടുംപുറത്ത് മുകളിൽ വെച്ചിട്ടുണ്ടാവും ഇഞ്ചിയൊക്കെ മുളപ്പിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര കൗതുക, കാരണം ഞങ്ങൾ മാത്രമാണ് കാലിക്കറ്റിലുള്ളത്. ബാക്കി എല്ലാവരും ചാച്ചന്മാരും എല്ലാവരും അവിടെയാണ്. അപ്പോൾ ചെല്ലുന്ന സമയത്ത് ഞങ്ങൾ ഓടി ഈ സൈഡിലൊരു ഏണി വെച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ തട്ടുംപുറത്ത് കയറി അവിടെ എന്തൊക്കെയാ മൊത്തം വീടിൻ്റെ എല്ലാവരും കൂടി അതിൽ കയറി പരതി. അപ്പോൾ കുറേ ഭാഗത്ത് നെല്ല്, കുറച്ച് ഭാഗത്ത് ഈ പിന്നെ ഇഞ്ചി മുളപ്പിച്ച് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇത് ഈ വെക്കേഷൻ സമയത്താണ് ഇഞ്ചി നടുക. അപ്പം ഞാനും ഒരു തോർത്തെടുത്ത തലയിലൊക്കെ കെട്ടി കുഞ്ഞിലെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നിട്ട് ഈ മുള ഇങ്ങനെ മുകളിലോട്ട് നിൽക്കണം. ചാണകം, എല്ലുപൊടി, ഇതൊക്കെയാണ് അതിന് വളമായിട്ട്. അങ്ങനെ കുഞ്ഞിയൊരു കൈക്കോട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കുഴി കുത്തി അതിനകത്ത് ഓരോ ഇഞ്ചി വെച്ച് ഈ ഇതൊക്കെ ഇട്ട് വളമൊക്കെ ഇട്ട് ലാസ്റ്റ് എല്ലാം ഇങ്ങനെ മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഓലയൊക്കെ വെച്ച് റെഡിയാക്കി. അത് ഇനി അങ്ങനെ ഒരു കാലം ഒരിക്കലും വരില്ല അല്ലേ ചേച്ചി? എനിക്കിനി അതൊക്കെ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ശരിക്കും. ഞാൻ കുട്ടിക്കാലം ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. ഈ നാട്ടിൻപുറത്തൊക്കെ പണ്ടുള്ളവർ ശരിക്കും ആസ്വദിച്ച പോലെ ഇനി ഒരിക്കലും ഇത്തെ പിള്ളേർ ആരും ആസ്വദിക്കത്തില്ല സീരിയസ്ലി. ഇപ്പോഴും ഞങ്ങൾക്ക് നാട്ടിലവിടെ സ്ഥലമുണ്ട്. അവിടെ പിന്നെ കൃഷി ഇപ്പം കൂടുതലും കൊക്കോ അങ്ങനത്തെ ഇതൊക്കെയാണ്, ഏലക്കായ. ഓക്കെ, അപ്പോഴേക്കിതാ നമ്മുടെ സാധനങ്ങൾ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പല്ല മഞ്ഞൾ, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ആഡ് ചെയ്യുമ്പം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. മുളകൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ടോ, ചിലർക്ക് മുളക് കുറവ് മതി, ചിലർക്ക് കൂടുതൽ വേണം. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണം ചേച്ചി. മുളക് മുഴുവനും തട്ടിയിട്ടുണ്ട് സ്പൈസി ആയിട്ടുണ്ടാവാൻ. നമ്മൾ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി മസ്റ്റാണ്. അതെ, ഇനി ഒരുപാട് നമ്മൾ വയറ്റേണ്ട ആവശ്യമില്ല. ഇപ്പം മുളക് ഇതൊക്കെ അങ്ങ് ഇതാവും, എന്താണ് കരിഞ്ഞു പോകും. പിന്നെ ഞാൻ ഇറച്ചി ഉണ്ടാക്കുന്ന സമയത്ത് ആഡ് ചെയ്യുന്ന പുതിനയും മല്ലിയില ആഡ് ചെയ്യും. അപ്പോൾ വേറൊരു മണം, ടേസ്റ്റും മണവും വരും ഇതിന്. ഒത്തിരി കൂടുതലായാലും ആ ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കും. എനിക്കത് ഇഷ്ടമല്ല ചേച്ചി, മല്ലിയിലയുടെ ഒരു ടേസ്റ്റേ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഒരു ടേസ്റ്റ് ഇല്ലല്ലോ. അത് ഇതിൻ്റെ കൂടെ വയറ്റുമ്പം ആഡ് ചെയ്താൽ ഒരുപാട് അങ്ങ് ഇതായി പോയില്ല. നമ്മൾ ലാസ്റ്റൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്നത്. വയറ്റുമ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോരം ഇട്ടതായത് മൊത്തം നല്ല മണമല്ലേ. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ബാക്കി നമ്മുടെ എന്താണ് വെജിറ്റബിൾസും ഉള്ളിയും ഒക്കെ ശരിക്കും നല്ലോണം അതിൽ ആഡഡായി. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഞാൻ പിന്നെ കൂടുതലും ഈ ബോണുള്ള പീസില്ലേ അതാണ് എടുക്കുക കറി വെക്കാനായിട്ട്. മറ്റേ ബോണില്ലാത്ത പീസ് ഉണ്ടാവുമല്ലോ, ആ പീസ് എപ്പോൾ കറി വെച്ചാലും ഇവരെല്ലാവരും എടുത്ത് മാറ്റി നീക്കി അങ്ങ് വെക്കും. ആ പീസ് ആരും തിന്നില്ല ഇവിടെ വീട്ടിൽ. അപ്പോൾ അതെന്ത് ചെയ്യുന്നറിയോ, അത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ട് ഒരു പിന്നെ ഇങ്ങനെ എന്താണ് മൈദ ഇതൊക്കെ കൂടിയിട്ട് അതിൽ കുഴച്ചിട്ട് മുക്കി പൊരിച്ച് എടുക്കും. അത് സെപ്പറേറ്റ് അയ്യോ പറ്റിയിട്ടൊന്നുമല്ല, നല്ല ടേസ്റ്റ് അല്ലേ. കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്നാവട്ടെ, മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും ഈ വക പറ്റിയെല്ലാം പഠിച്ചോളും. അപ്പം എപ്പോൾ ഈ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് മക്കളുടെ അടുത്ത് ഇരിക്കാന്നായിരിക്കും വിചാരം. പിന്നെ പഠിപ്പിക്കണം, സ്കൂളിൽ അയക്കണം, ചോറുണ്ടാക്കി വയ്ക്കണം. അപ്പം ഈ പാചകം അറിയില്ല എന്ന് പറയുന്ന ആൾ ഇപ്പം എല്ലാം പഠിച്ചോളും. ഇറച്ചി അതിൽ ആഡ് ചെയ്ത് ഇത് ഞാൻ പൊടിച്ച് എന്താണ് ഏലക്കായ, പിന്നെ പെരിഞ്ചീരകം, പട്ട, ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പൊടി വാങ്ങിയിട്ടാൽ ഞാനെന്തോ തീരെ സാറ്റിസ്ഫൈഡ് ആവില്ല. അത് കാരണം ഇത് അല്ലാതെ പൊടിച്ച് വെച്ചിട്ട് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും.
വേണമെങ്കിൽ ഇച്ചിരി പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം. ഓക്കെ. ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ചു വെച്ചാൽ ഇതങ്ങ് വേവും ഇറച്ചി. ചിക്കൻ ആയതുകൊണ്ട് പിന്നെ നേരെ അങ്ങ് അടുപ്പിൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. മറ്റേ ബീഫൊക്കെ ആണെങ്കിൽ ഒന്ന് കുക്കറിൽ വേവിച്ചിട്ട് വെക്കണം. അതെ, ആ ശരി ശരി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ല വീട്ടിൽ പോയിച്ചതൊക്കെ. ചിക്കൻ ട്രൈ ചെയ്തു, ഇനി ബീഫൊക്കെ അങ്ങനെ. ഇത് അങ്ങനെ ചെയ്യുമ്പം ബീഫാകുമ്പോൾ കുറച്ചും കൂടെ വേവ് കൂടുതൽ വേണമല്ലോ. അതെ അതെ. പിന്നെ എന്തായാലും ഇതിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും, നമ്മൾ അടച്ചു ചിക്കനകത്ത് തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവും. ഇനി അത് അവിടെ ഇരുന്ന് വെന്തോട്ടെ. ചേച്ചി, ക്രിസ്മസ് ആയിട്ട് നിങ്ങൾ പുറത്തെവിടെയെങ്കിലും പോവോ പിള്ളേരുടെ കൂടെ കൂട്ടി? ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഇപ്പം എക്സാം എന്ന് ലാസ്റ്റ് മൊമെന്റിലാണ് തീർന്നത്. അത് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പം ക്രിസ്മസിന് മുൻപേ ഒക്കെ വീട്ടിലെത്താറുണ്ട്, അങ്കമാലിയിലേക്ക് പോവാറുണ്ട്. പക്ഷേ ഈ തവണ എന്തായാലും തീർന്ന് ഇത് ലാസ്റ്റ് ആയതുകൊണ്ട്, പിന്നെ അതുപോലെ ഞാൻ ഡാൻസ് ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പം അതിങ്ങനെ ആ ക്ലാസ് എല്ലാം കൂടെ ഒരുമിച്ച് ചേച്ചി കൊണ്ടുപോകുന്നല്ലേ? ആക്ടിങ്ങും ഡാൻസ് ക്ലാസ്സും പിന്നെ ബൊട്ടീക്ക് എന്തോ ഇല്ലേ? ബൊട്ടീക്ക് ഉണ്ട്, എല്ലാം ഒരുമിച്ചാണ് കൊണ്ടുപോകുന്നത്. പിന്നെ പിള്ളേരുടെ കാര്യം ഷൂട്ടിങ്, നമുക്ക് എപ്പോഴും ഷൂട്ടിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഷോപ്പിൽ പോവും, സ്റ്റിച്ചിങ്ങിന്റെ കാര്യവും ഇതൊക്കെ നോക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഡാൻസ് ക്ലാസ്, പിന്നെ കുറേശ്ശെ വരയ്ക്കുക, അങ്ങനെയുള്ള വെറുതെ ഇരിക്കുമ്പം നമ്മൾ ശരിക്കും മടിയന്മാരായി പോകുന്നുള്ളൊരു. പിന്നെ കുക്കിംഗ് എനിക്കിഷ്ടമാണ്. ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇഷ്ടം. കഴിക്കാൻ ആളുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്യാനും അതിനോടൊക്കെ ഭയങ്കര താല്പര്യം. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും. എല്ലാവരും ഒക്കെ കൂടെ ഒന്ന് വർത്താനം പറയുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. മെയിനായിട്ട് സൺഡേസിൽ ഞങ്ങൾ മിക്കപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം 4 മണി 5 മണി സമയത്താണ്. കാരണം എണീക്കുന്നതേ ലേറ്റ് ആവും. എണീക്കുന്ന ഒരു 8 മണി കഴിഞ്ഞ് നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അതെ ഉച്ചയ്ക്ക്, ചോറുണ്ടുന്നത് വൈകുന്നേരം 5 മണിക്ക്. രാത്രി ഈ പറഞ്ഞ പോലെ 10-11 മണി. എല്ലാ പ്രാവശ്യവും മൺഡേ മക്കളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ ലേറ്റ് ആയിട്ടല്ലേ ഉറങ്ങുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നേരത്തെ കിടന്നുറങ്ങിക്കോളും. അല്ലാത്ത ദിവസങ്ങളിൽ ലേറ്റ് ആവും. നമ്മൾ ചിക്കൻ കറീൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് എത്ര നേരം എടുക്കണം ചേച്ചി? ചിക്കൻ വേവാനുള്ള സമയം പറഞ്ഞ പോലെ നല്ല സ്പൈസിയാണ് എന്തായാലും. നോർമലി ചേച്ചി ഹസ്ബൻഡിനും പിള്ളേർക്കും എങ്ങനെയാ? സ്പൈസി ആണോ അതോ നോർമൽ? ഇവിടെ എല്ലാവരും അല്പം സ്പൈസി ആയിട്ടുള്ള ഫുഡാണ് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ വീട്ടിൽ വഴക്കാം. അമ്മയ്ക്കൊക്കെ ആണെങ്കിലും അത്ര എരിവ് വേണ്ട, പക്ഷെ ഞാൻ അപ്പോൾ വഴക്കുണ്ടാക്കും. എനിക്ക് എരിവ് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ മമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കും. പിന്നെ വേറെ പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് നമ്മൾ ഈ എരിവ് ഉപ്പ് ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഈ എരിവും ഉപ്പും ഒക്കെ ഇട്ട് കഴിക്കുന്നത് സൂക്ഷിച്ച്, പ്രഷറൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലുണ്ട്. അടയ്ക്കുന്നു. നമ്മളെ ചിക്കൻ കറി റെഡിയായി. എൻ്റെ കളർ കണ്ടിട്ട് വെച്ച് എനിക്ക് കൊതി വരുന്നു. കളർ നല്ല കളർ. നീത് പറഞ്ഞ പോലെ എരിവ് മാക്സിമം ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് മുളകും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക്, പച്ചമുളക്, പിന്നെ ചുമന്ന മുളക്, ക്യാപ്സിക്കം. ഇനി മേലെ എരിവ് വേണമെന്ന് പറയരുത്. ഇതിൻ്റെ കൂടെ 2 ബ്രെഡും അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്താണെങ്കിലും സൂപ്പറായിരിക്കും. 2 ബ്രെഡ് ഞാൻ ടോസ്റ്റ് ചെയ്ത് ചിക്കൻ കറി വിളമ്പാലോ? ഓക്കെ. ലെഗ് പീസ് ആണോ ഇഷ്ടം? ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും ബ്രെഡും ടോസ്റ്റും റെഡിയായി. ടേസ്റ്റ് ചെയ്തിട്ട് പറയണം എങ്ങനെയാണ്. സൈഡിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നോക്കട്ടെ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾസ് ആണെന്ന് അറിയുന്നുണ്ടോ? അത് ഇല്ല, അറിയില്ല. അറിയില്ല. എരിവ് നല്ല രീതിയിലുണ്ട് കേട്ടോ ചേച്ചി. എനിക്ക് കുറച്ച് കൂടുതൽ കിട്ടുമെന്നൊരു ഡൗട്ട്.